ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിൻ്റെ പ്രഭാതം കഴിഞ്ഞ സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ ധന്യരായ, ദൈവവചനത്തെ ഏറെ സ്നേഹിക്കുന്ന, ശുശ്രൂഷയെയും ശുശ്രൂഷകരെയും ബഹുമാനിക്കുന്ന, എന്നെ കേൾപ്പാൻ എപ്പോഴും താല്പര്യം കാണിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുവേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് മഹാദൈവത്തിൻ്റെ തിരുമുമ്പാകെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ 1000 സ്തോത്രവും സ്തുതിയും മഹത്വവും കരയറ്റിക്കൊണ്ട് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പരിശുദ്ധ ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്ന ആത്മീക ദൂത് തിരുവെഴുത്തിലൂടെ നിങ്ങളോട് സംവാദിപ്പാൻ, നിങ്ങളെ ഓർപ്പിച്ചുണർത്താൻ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് 1 ശമൂവേൽ 17 അധ്യായം 17-18 വാക്യങ്ങൾ വായിച്ചുകൊണ്ട് ദൈവം തന്ന ആശയം ഞാൻ പങ്കുവെക്കട്ടെ. 1 ശമൂവേൽ 17 അധ്യായം 17-18 വാക്യങ്ങൾ. ഇശായി തൻ്റെ മകനായ ദാവീദിനോട് പറഞ്ഞത്, ഈ ഒരു പറ മലരും അപ്പം 10 എടുത്ത് പാളയത്തിൽ നിൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ വേഗം കൊണ്ടുചെന്ന് കൊടുക്കുക. ഈ പാൽക്കട്ട 10 സഹസ്രാധിപന് കൊടുക്കുക. നിൻ്റെ സഹോദരന്മാരുടെ ക്ഷേമം ചോദിച്ച് ലക്ഷ്യവും വാങ്ങി വരിക. കൊച്ചു ദാവീദിനെ അപ്പൻ ഇശായി, സഹോദരങ്ങൾ ഇസ്രായേലി പട്ടാളത്തിലാണ്. യുദ്ധം നടക്കുന്നു ഏലാത്താഴ്വരയിൽ. ഫെലിസ്ത്യ മല്ലനായിരിക്കുന്ന ഗോലിയാത്ത് കുറച്ച് ദിവസമായി ഇസ്രായേൽ സൈന്യനിരയെ വെല്ലുവിളിച്ച് യുദ്ധത്തിന് കലാപകലുഷിതമായിരിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ സമയത്ത് ഇശായിയുടെ മക്കളിൽ ചിലർ പട്ടാളത്തിൽ ചേർന്നിരിക്കുന്നു. യുദ്ധമുഖത്ത് നിൽക്കുന്ന തൻ്റെ മക്കളെ ക്ഷേമം തിരക്കാനും അവർക്ക് ഇച്ചിരി ആഹാര സാധനങ്ങൾ കൊടുത്തയക്കാനും, പ്രത്യേകിച്ച് സഹസ്രാധിപൻ, ആ പട്ടാളത്തിൻ്റെ തലവനായിരിക്കുന്ന മനുഷ്യന് പ്രത്യേകാൽ ഇശായിയുടെ വകയായിട്ട് പാൽക്കട്ടിയും മറ്റും കൊടുത്തയക്കാനും വേണ്ടി ദാവീദിനെ പറഞ്ഞയക്കുക യുദ്ധമുഖത്തേക്ക്. തിരിച്ചു വരുമ്പോൾ ലക്ഷ്യവും വാങ്ങി വരിക എന്ന് എഴുതിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു മണി ഓർഡറും ഗൂഗിൾ പേയൊന്നും ഇല്ലാത്ത കാലത്ത് അപ്പന് കൊടുക്കേണ്ട വീതം, ശമ്പളം കിട്ടുന്നതിൻ്റെ ഓഹരി വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വരാനായിരിക്കാം എൻ്റെ ഊഹം ശരിയാണെങ്കിൽ. ഇത്രയും കാര്യമേ ഉള്ളൂ. ദാവീദിനെ പറഞ്ഞയക്കുമ്പോൾ, അപ്പൻ ഇശായി പറഞ്ഞയക്കുമ്പോൾ, അപ്പൻ കൊടുത്തയക്കുന്ന ആഹാരപദാർത്ഥങ്ങൾ, സ്നേഹത്തിൻ്റെ പൊതി, ഒരപ്പൻ്റെ വാത്സല്യത്തിൻ്റെ പൊതി യുദ്ധമുഖത്ത് നിൽക്കുന്ന മക്കൾക്ക് കൊടുക്കുക. ഇളയ മോൻ്റെ ഏൽപ്പിച്ച് അത് കൊടുക്കാൻ വേണ്ടി ഏൽപ്പിച്ചു വിടുന്നു. തിരിച്ചു വരുമ്പോൾ അപ്പനോടുള്ള ബഹുമാനം കൊണ്ട് യുദ്ധമുഖത്ത് നിൽക്കുന്ന മക്കൾ അപ്പന് തിരിച്ചു കൊടുക്കേണ്ട ലക്ഷ്യം അതെന്താണെന്ന് എനിക്കറിയില്ല, അത് തിരിച്ചു വാങ്ങിച്ച് അപ്പൻ്റെ കൊണ്ട് കൊടുക്കുക. അപ്പം കൊടുക്കുന്നത് അങ്ങോട്ട് കൊടുക്കുക, മക്കൾ കൊടുക്കുന്നത് അപ്പന് തിരിച്ചു കൊടുക്കുക. ഇതല്ലാതെ ദാവീദിന് വലിയ റോളൊന്നും ഈ 2 വാക്യത്തിനകത്തില്ല. ഈ കാര്യം നിർവഹിക്കാൻ വേണ്ടി ദാവീദിനെ ഫലമേൽപ്പിച്ചു. അനുസരണമുള്ള മകനെപ്പോലെ ദാവീദ് അപ്പൻ കൊടുത്തയച്ചതുമായിട്ട് അവിടെ ചെല്ലുക. പക്ഷേ ഈ നിയോഗത്തിനകത്ത് ദൈവത്തിൻ്റെ നിയമനം കിടക്കുന്നു. അപ്പൻ സഹോദരങ്ങളെ കാണാൻ വേണ്ടി, ക്ഷേമം തിരക്കാൻ വേണ്ടി, ലക്ഷ്യം വാങ്ങാൻ വേണ്ടി ഒരു സാധാരണക്കാരനെ പോലെ പറഞ്ഞയച്ച ദാവീദിൻ്റെ ഈ യാത്രയ്ക്കകത്ത് സർവശക്തനായ ദൈവം തൻ്റെ ജീവിതം മാറ്റിമറയ്ക്കുന്ന നിയമനം മറച്ചു വെച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ അത് ചിന്തിക്കുകയായിരുന്നു. കുറേ നേരം ചിന്തിച്ചു. ദാവീദ് ഏലാത്താടുവിൽ ചെല്ലുന്നത് യുദ്ധം ചെയ്യാനോ പട്ടാളത്തിൽ ചേരാനോ, കൈ തരിച്ചിട്ട് ഗോലിയാത്തിനുണ്ട് ഒന്ന് കൊടുക്കാനോ എറിഞ്ഞു വീഴ്ത്താനോ ഒന്നുമല്ല. സ്വപ്നത്തിൽ പോലും ഇല്ല ഇങ്ങനെയുള്ള ഇടപാടുകൾ. യുദ്ധമുഖത്തേക്ക് ചെല്ലണമെന്നേ ഇല്ല. എതിരാളിയായിരിക്കുന്ന ഗോലിയാത്തിനെ ദാവീദ് കാണുമെന്ന് പോലും വിചാരമില്ല. പട്ടാള ക്യാമ്പിൽ വിശ്രമവേളയിൽ തമ്പടിച്ചിരിക്കുന്ന പട്ടാളക്കാരെ ആ ക്യാമ്പിൽ പോയി കണ്ട് തിരിച്ചു പോരുക, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ദൈവം ചില നിമിത്തങ്ങൾ മറച്ചു വെച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദാവീദ് അവിടെ ചെന്ന സമയത്ത്, കൃത്യം ആ സമയത്ത് ഈ ഫെലിസ്ത്യ മല്യൻ വെല്ലുവിളിയുമായിട്ട് ഇറങ്ങി വന്നിരിക്കുക. അകൃത്യ സമയത്ത്, ടൈമിങ്ങൊക്കെ വളരെ കൃത്യമാണ്. ദാവീദ് അതികാലത്ത് എഴുന്നേറ്റ് പോയി അവിടെ ചെന്നപ്പോൾ കാണുന്നത് ഫെലിസ്ത്യൻ മല്ലനായിരിക്കുന്ന ഗോലിയാത്ത്. 23 വാക്യമൊക്കെ വായിച്ചാൽ കാണാം. ഇറങ്ങി വന്ന് ഇസ്രായേൽ നിരകളെ വെല്ലുവിളിക്കുന്ന
കൃത്യം സമയത്താണ് ദാവീദ് അങ്ങ് ചെല്ലുന്നത്. ആ ടൈമിങ്ങൊക്കെ നോക്കിയേ. ആ സമയത്ത് ദാവീദിനകത്ത് വീണ അഭിഷേകം ആത്മവീര്യത്തോടെ പുറത്തു വരുന്നു. ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്കറിയാലോ, ഈ കൊച്ചു സന്ദേശത്തിൽ വിശദീകരിക്കേണ്ടല്ലോ. ഇന്നിത്രേ പറയാൻ എൻ്റെ ഹൃദയത്തിൽ ദൈവം ദൂത് തന്നുള്ളൂ. മറ്റൊന്നുമല്ല, അപ്രതീക്ഷിതമായിരിക്കുന്ന യാത്രകളിൽ, പ്രതീക്ഷിക്കാത്ത ചില ആളുകളെ ഏൽപ്പിച്ചു വിടുന്ന ചില കാര്യങ്ങളിൽ, ചിലപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു സുവിശേഷകനാണെങ്കിൽ ദൈവം നിങ്ങളെ 4 ട്രാക്റ്റും തന്ന് ഒരിടവഴി കൂടെ വിടുക. ആ യാത്രയിൽ നിങ്ങളുടെ ജീവിതം മാറ്റിമറയ്ക്കുന്ന ചില കാര്യങ്ങൾ കരുതി വെച്ചിട്ടില്ല എന്നാർക്ക് പറയാൻ പറ്റും? നിങ്ങളൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളൊരാളെ കാണാൻ, ഒരു കർത്തൃദാസൻ നിങ്ങളെ ഏൽപ്പിച്ചൊരു കാര്യം ചെയ്യാൻ വേണ്ടി ഒരു നല്ല വീട്ടിലേക്ക് ചെല്ലുക. നിങ്ങളുടെ ഒരു സാധനം തന്നയച്ചു, നിങ്ങളവിടെ കൊണ്ടു കൊടുത്തു, അല്ലെങ്കിൽ ഒരു കാര്യം പറയാൻ പറഞ്ഞു, ചെന്നു പറഞ്ഞു, അങ്ങ് പോന്നു. അല്ല, നിങ്ങളൊരു പകരക്കാരനായി നിങ്ങളെ പെട്ടെന്ന് കിട്ടിയൊരവസരം പറഞ്ഞു വിടുക. ആ പകരക്കാരനായി പോയ പോക്കിൽ ജീവിതം മാറി വരില്ലെന്ന് ആര് പറഞ്ഞു? ഞാൻ ഇന്നെന്നവണ്ണം ഓർക്കുന്നു, ഞാൻ ആദ്യമായി ഒരു പരസ്യ കൂട്ടത്തിനകത്ത് പ്രസംഗിക്കുന്നത് ഒരു ദിവസം വൈകുന്നേരം സൂര്യൻ അസ്തമിച്ചതിന് ശേഷം. അന്ന് ഇതുപോലെ ഫോണോ കാര്യങ്ങളോ സൗകര്യങ്ങളോ ഒന്നുമില്ലാത്ത കാലം. അന്ന് പ്രസിദ്ധനായിരിക്കുന്നൊരു കൺവെൻഷൻ പ്രാസംഗ്യൻ, അദ്ദേഹം ഒരു ഞായറാഴ്ച വൈകുന്നേരം, ഇന്നെന്ന പോലെ ഓർക്കുന്നു, അദ്ദേഹം ഒരു വേദിയിൽ പ്രസംഗിക്കാൻ വേണ്ടി ദീർഘദൂരത്തുനിന്ന് യാത്ര തിരിച്ചു. വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ മോട്ടോർ സൈക്കിൾ കേടായി, സംഭവ സ്ഥലത്ത് എത്താൻ പറ്റുന്നില്ല. ഞായറാഴ്ച വർക്ക്ഷോപ്പുകളോ സ്പെയർ പാർട്സുകളൊന്നും കിട്ടാൻ വഴിയില്ല. ആ സമയത്ത് അദ്ദേഹം എൻ്റെ അധ്യാപകൻ കൂടെ ആയിരിക്കാൻ ദൂരത്തുനിന്ന് എന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ലാൻഡ് ഫോൺ ഉണ്ടായിരുന്നു, അത്യാവശ്യമായിട്ടൊരു കാര്യം ചെയ്യണം, എനിക്ക് സമയത്ത് എത്തിപ്പറ്റാൻ പറ്റില്ല, ഷാജി അവിടെ പോയി ദൈവോധനം പ്രസംഗിക്കണം. ഞാൻ വിറച്ചു പോയി. പക്ഷെ ഒരു അധ്യാപകനെ അനുസരിച്ച് എന്തു പറയണമെന്നറിയാതെ ദാവീദ് ഏലാത്താടുവിലേക്ക് പോയതുപോലെ എൻ്റെ കയ്യിലിരുന്നൊരു ചെറിയ പൊതിയുമായി ഞാൻ പോയതാണ്. ആ പോക്കിനകത്ത് എൻ്റെ ജീവിതം മാറ്റിവറയ്ക്കുന്ന ശുശ്രൂഷകനെ പുറത്തു കൊണ്ടുവരാൻ ദൈവം കരുതിയിരുന്നു. അന്നത്തെ തപ്പിത്തടഞ്ഞുള്ള പ്രസംഗം കഴിയുമ്പോൾ മറ്റൊരു കൺവെൻഷൻ വേദിയിൽ പ്രസംഗിക്കാൻ അന്ന് വരണ്ട കർത്തൃദാസനെ ക്ഷണിക്കാൻ വന്നവർ അദ്ദേഹമില്ലാത്തതുകൊണ്ട് എന്തോ എന്നെ വിളിച്ചു. എൻ്റെ പ്രസംഗത്തിൻ്റെ കേമം കൊണ്ടൊന്നുമല്ല, അന്ന് തുടങ്ങി ഇന്ന് വരെയും നിങ്ങളിപ്പലരും അറിയുന്നത് പോലെ ഞാൻ നിങ്ങളോടും പറയാം, ഈ ഓട്ടത്തിനിടയിൽ, ജീവിത സാഹചര്യത്തിനിടയിൽ, ഈ അനുസരണത്തിനിടയിൽ, സാധാരണ മോനായിട്ട് വീട്ടിൽ ജീവിക്കുമ്പോൾ, സാധാരണ വിദ്യാർത്ഥിയായി നിങ്ങളുടെ കോളേജിൽ ജീവിക്കുമ്പോൾ, നിൻ്റെ അധ്യാപകനെ ഏൽപ്പിക്കുന്നൊരു കാര്യം മനസ്സോടെ അങ്ങ് ചെയ്യുമോനെ. നിൻ്റെ അമ്മ നിന്നെ ഏൽപ്പിക്കുന്ന കാര്യം മനസ്സോടെ ചെയ്യുമോളെ. അതിനകത്തൊരത്ഭുതം ദൈവം മറച്ചു വെച്ചിട്ടില്ലെന്ന് ആര് കണ്ടു? അമ്മയല്ല, അപ്പനല്ല, പാസ്റ്ററല്ല, സ്വർഗത്തിലൊരു ഉടമയുണ്ടല്ലോ. ഒരു സാധാരണ സംഭവത്തിനകത്ത്, ഒരു സാധാരണ കാര്യത്തിനകത്ത്, ഒരു സാധാരണ യാത്രക്കകത്ത് അസാധാരണ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ നന്മയായി മറച്ചു വെച്ചിട്ടില്ലെന്ന് ആര് കണ്ടു? യോസേപ്പിന് അങ്ങനെയല്ലേ പറ്റിയത്. യാക്കോബ് സഹോദരന്മാർ ആടുകളെ തീറ്റാൻ പോയിരിക്കുന്നു, ഇവിടെ യുദ്ധത്തിന് പോയിരിക്കുന്നു, അത്രേ വ്യത്യാസമുള്ളൂ. ആടുകളെ തീറ്റാൻ പോയിരിക്കുന്ന സഹോദരന്മാരുടെ ക്ഷേമം തിരക്കാൻ വേണ്ടി യോസേപ്പിനെ വിട്ടു. അവിടെ ചെന്നപ്പോൾ വേറൊരു തിക്താനുഭവമായിരുന്നു അവിടെ നേരിട്ടത്. അവർ പിടിച്ച് പൊട്ടക്കിണറിലേറ്റു. ഇവിടെ ദാവീദിനെ പിടിച്ച് യുദ്ധമുഖത്ത് നിർത്തി. പക്ഷെ രണ്ടുപേരുടെയും ജീവിതം അപ്രതീക്ഷിത നാഴികയിൽ അപ്പൻ ഏൽപ്പിച്ച കാര്യം മനസ്സോടെ ചെയ്യാൻ മനസ്സ് വെച്ച മിടുക്കനായ 2 പിള്ളേർ അതനുസരിച്ചു. അവരുടെ ജീവിതം രക്ഷപ്പെട്ടു. രൂത്ത് ബോവസിൻ്റെ വയലിൽ വന്നതോ എങ്ങനെയെങ്കിലും മണിയടിച്ച് ബോവസിൻ്റെ കൂടെ പോയി ആ വീട്ടിൽ നുഴഞ്ഞു കയറി താമസിക്കാനായിരുന്നോ? അല്ലല്ലോ. അമ്മയെ വീട്ടിലിരുത്തിയിട്ട് 2 ഉദരങ്ങൾ പുലരാൻ വേണ്ടി കാലമെറുക്കാൻ പോയതല്ലേ. ആ പോക്കിനകത്ത് ഇവിടെ ജീവിതം മാറി വരുന്ന അനുഭവം മറച്ചു വെച്ചിട്ടൊന്നും ആര് കണ്ടു? ആര് വിചാരിച്ചു? അപ്പം അതുകൊണ്ട് ഞാൻ ദൈവസ്നേഹത്തിൽ പറയുക, ഒരവസരവും പാഴാക്കരുത്. ഒരു പ്രായമുള്ള മനുഷ്യൻ്റെ കൊച്ചു കാര്യം, മോനെ ഇതൊന്ന് ചെയ്തതാന്ന് പറഞ്ഞാൽ, കുട്ടാ ഇതൊന്ന് ചെയ്യടാ എന്ന് പറഞ്ഞാൽ മടിക്കരുത്. അതിനകത്താണോ നിൻ്റെ നന്മ മറഞ്ഞിരിക്കുന്നതെന്ന് ആർക്കറിയാം? ആർക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യാൻ, ഒരു ശുശ്രൂഷ ചെയ്യാൻ, ഒരു ചെറിയ കൈത്താങ്ങൽ കൊടുക്കാൻ ആര് പറഞ്ഞാലും മടിക്കരുത്.
മടിയനാകരുത്, അലസനാകരുത്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ, കൈകൊണ്ടൊരു വേലയും ചെയ്യാതെ വീട്ടിൽ വന്ന് കയറിക്കോളും നിൻ്റെ ഭാവി എന്ന് ഓർത്തിരിക്കരുത്. അപ്പനെ അനുസരിക്ക്, അമ്മയെ അനുസരിക്ക്, കർത്തൃദാസനെ അനുസരിക്ക്, നിൻ്റെ അധ്യാപകനെ അനുസരിക്ക്, നിൻ്റെ മൂത്ത ബ്രദറിനെ അനുസരിക്ക്, പ്രായമുള്ളൊരു പിതാവിനെ അനുസരിക്ക്. അങ്ങനെ പറയുന്ന കേക്ക്. ആ അനുസരണത്തിനകത്ത്, ആ യാത്രയ്ക്കകത്ത് നിന്നെ രാജാവാക്കാൻ, നിന്നെ വിദേശ രാജ്യത്തെത്തിക്കാൻ, നിന്നെ ജീവിതത്തിൻ്റെ കരിയർ മാറ്റിയെടുക്കാൻ ദൈവം കരുതി വച്ചിട്ടില്ലെന്ന് ആർക്ക് പറയാൻ പറ്റും? ഞാനിവിടെ നിർത്തുക. അതുകൊണ്ട് എന്തു പറഞ്ഞാലും ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാകണം. മടിയനാകരുത്. പിന്നെയും കൈയും കെട്ടിക്കിടന്ന് ഉറങ്ങി അമ്മ വിളിക്കുമ്പോൾ എടാ മണി 11 ഒന്ന് എഴുന്നേറ്റ് ഇത് ചെയ്യടാന്ന് പറയുമ്പോൾ ചുമ്മാ ആക്രോശിച്ച് അട്ടഹസിച്ച് കൈയും ചുരുട്ടി പിന്നെയും പുതപ്പിന് കീഴിലേക്ക് കയറിയാൽ ഞാനൊരു കാര്യം പറയാം, രക്ഷപ്പെടാൻ പാടാ മോനെ. ഞാൻ ശപിച്ചെന്നൊന്നും പറയരുത്, ഉള്ള കാര്യം പറയുക. അമ്മ പറയുന്നത്, അപ്പം പറയുന്നത്, ചേട്ടൻ പറയുന്നതൊക്കെ അവർക്കിഷ്ടമാണെങ്കിലും അല്ലെങ്കിലും നീ അങ്ങ് ചെയ്യുക. നിൻ്റെ ദൈവം നിനക്ക് വേണ്ടി ചിലത് മറച്ചു വച്ചിരിക്കും. നിമിത്തങ്ങൾക്കകത്തിൽ നിയമന സമയമുണ്ട്. അത് തിരിച്ചറിയുന്നവർ ഭാഗ്യമുള്ളവർ. ഈ ആണ്ട് തീരുന്നതിനേക്കാൾ മുമ്പ് ചിലർക്കെങ്കിലും അങ്ങനെ ഒരു അവസരം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ ദൂത് വെച്ച് പ്രാർത്ഥിക്കുന്നു. അപ്രതീക്ഷിത സമയത്ത് അനുഗ്രഹം കരുതി വയ്ക്കുന്ന നാഥ, തിരുമുമ്പിൽ താഴ്ത്തുന്നു. ദൈവാനുഗ്രഹം പകർന്ന് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കാൽക്കൽ താഴ്ത്തി ദൈവത്തെങ്കിൽ ഏൽപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നപ്പ, മഹത്വമെല്ലാം ദൈവം എടുക്കണം. ഒരവസരം വിചാരിക്കാത്ത സമയത്ത് ഇത് കേട്ട് വിശ്വസിച്ച് തീരുമാനിക്കുന്നവർക്ക് ഒരു മുഖാന്തരം ദൈവം ഒരുക്കി വെച്ചേക്കണേ. ദൈവത്തിന് കഴിയുമല്ലോ. ഡിസംബർ 31 അങ്ങനൊരു ചാൻസ്, ദൈവനിയമനം ദൈവം നടത്തി കൊടുക്കണേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.